നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ബിനോയ് കൃഷ്ണൻ. പ്രധാന വാർത്തകൾ. ജനങ്ങളെ വഞ്ചിച്ച UPA സർക്കാരിനെ പാഠം പഠിപ്പിക്കാനുള്ള അവസരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് CPI ദേശീയ സെക്രട്ടറി ഡി രാജ. മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക നയം ഇന്ത്യയെ തകർത്തു. മോഡി RSSന്റെ സ്ഥാനാർത്ഥിയെന്നും രാജ. കേരള രാഷ്ട്രീയത്തിലെ എടുക്കാത്ത കാലണത്തൊട്ടായി VS അച്യുതാനന്ദൻ മാറിയെന്ന് രമേശ് ചെന്നിത്തല. അമ്പത്തിരണ്ട് കൊല്ലത്തെ കോൺഗ്രസിന്റെ ഭരണം രാജ്യത്തെ കെടുതികളിലെത്തിച്ചുവെന്ന പന്ന്യൻ രവീന്ദ്രൻ. കോൺഗ്രസും BJPയും അഴിമതിയിൽ ഒരുപോലെയെന്നും പന്ന്യൻ. മോഡിക്ക് സമനില തെറ്റിയെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേരളം ഉറ്റുനോക്കുന്നത് കൊല്ലത്തേക്കെന്നും മുഖ്യമന്ത്രി. പോരാട്ടം മുറുകി തന്നെ. കിഴക്കൻ മേഖലയിൽ ദേശീയ സംസ്ഥാന നേതാക്കൾ സജീവം. ഞായറാഴ്ച എത്തുന്നത് AK ആന്റണിയും പ്രകാശ് കാരാട്ടും. ജനങ്ങളെ വഞ്ചിച്ച UPA സർക്കാരിനെ പാഠം പഠിപ്പിക്കാനുള്ള അവസരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് CPI ദേശീയ സെക്രട്ടറി ഡി രാജ. മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക നയങ്ങൾ രാജ്യത്തെ തകർത്തുവെന്നും മോഡി BJPയുടെ അല്ല RSSന്റെ സ്ഥാനാർത്ഥിയാണെന്നും ഡി രാജ കുറ്റപ്പെടുത്തി. LDF സ്ഥാനാർത്ഥി MA ബേബിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അഞ്ചൽ ഏരൂരിൽ സംസാരിക്കുകയായിരുന്നു ഡി രാജ. ജനങ്ങളുടെ വിശ്വാസവും രാജ്യത്തെയും UPAയും കോൺഗ്രസും തകർത്തു. അധികാരത്തിൽ നിന്ന് പുറത്താക്കി അവർക്ക് ശിക്ഷ നൽകേണ്ട സമയമാണ് ഇതെന്ന് രാജ പറഞ്ഞു. We accuse the Congress-led UPA government. They have betrayed the trust of the people. They have let down the nation, and it is time people should punish the Congress party and its government. People should teach a lesson to Congress party by voting out the Congress party from the seat of power. The Congress-led UPA government should not stay in office any further. This government has to be voted out. That is the task before the electorate of India. വിലക്കയറ്റം അതിരൂക്ഷമാണ്. നാണയപ്പെരുപ്പം വർദ്ധിച്ചു. ഇതെല്ലാം കോൺഗ്രസിന്റെയും UPA സർക്കാരിന്റെയും നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ അനന്തരഫലമാണെന്ന് രാജ ചൂണ്ടിക്കാട്ടി. We have price rise. People have to pay through their nose for whatever they purchase in shops. Prices of all commodities have become soaring and skyrocketing. Inflation is high. Unemployment is growing. In fact, it is galloping. We have whole range of hardships and problems. This is the result of all the neoliberal economic policies pursued by the Congress and the government. നരേന്ദ്രമോദി BJPയുടെ സ്ഥാനാർത്ഥിയല്ല. മോഡി RSSന്റെ സ്ഥാനാർത്ഥിയാണ്. ഗുജറാത്ത് മോഡൽ സർക്കാരിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയിലെ വിദൂര പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് അതേക്കുറിച്ച് അറിയില്ലായിരിക്കാം. പക്ഷേ അവിടെ പോയിട്ടുള്ളവർക്കും അതേപ്പറ്റി വായിച്ചിട്ടുള്ളവർക്കും ഗുജറാത്തിനെ കുറിച്ച് അറിയാം. ഗുജറാത്തിൽ എവിടെയാണ് വികസനമെന്നും രാജ ചോദിച്ചു. Mr. Narendra Modi is not BJP's candidate. Actually, he is RSS candidate. Let us understand. It talks about Gujarat model of government. What is that Gujarat model? What has happened in Gujarat? Maybe people living in very remote corner of India as you are may not be knowing what is happening in Gujarat. But it is known to everybody who go there, who read about Gujarat. What is happening? There is the development in Gujarat. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. G അജിത് അധ്യക്ഷനായി. T അഫ്സൽ സ്വാഗതം പറഞ്ഞു. K ബാബു പണിക്കർ, KC ജോസ്, PS സുപാൽ, PS സുമൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഴിമതിക്കെതിരായ കോൺഗ്രസിന്റെയും പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെയും നിലപാട് ലജ്ജാവഹമാണെന്ന് ഡി രാജ പറഞ്ഞു.
കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് AK ആന്റണിയാണ്. ഇന്ത്യയെപ്പോലെ വികസ്വര സമ്പദ് വ്യവസ്ഥയുള്ള ഒരു രാജ്യത്ത് അഴിമതി ഒഴിവാക്കാനാവില്ലെന്നാണ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് വ്യക്തമാക്കിയത്. ഈ നിലപാട് ലജ്ജാവഹമാണെന്ന് രാജ ചൂണ്ടിക്കാട്ടി. Mr. Antony played a key role in presenting the election manifesto. On that day, the Prime Minister tells the nation, ours is a developing economy and you cannot wish away the corruption. Corruption is inevitable. There will be corruption because ours is a developing economy. This is the shameful response given by Dr. Manmohan Singh and his government to the rampant corruption that we are witnessing today. ഇലക്ഷൻ ഡെസ്ക് ലൈവ് വാർത്ത. കേരള രാഷ്ട്രീയത്തിലെ എടുക്കാത്ത കാലണത്തൊട്ടായി VS അച്യുതാനന്ദൻ മാറിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം വർഗീയതയിൽ പൊതിഞ്ഞതാണെന്നും ചെന്നിത്തല പറഞ്ഞു. അഞ്ചലിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ ഈ കേസിൽ നിലപാടെടുത്ത അച്യുതാനന്ദന്റെ സ്ഥിതി എന്താണ്? ലാവ്ലിൻ കേസിൽ അച്യുതാനന്ദൻ എടുത്ത നിലപാട് ഇപ്പോൾ ഇവിടെ പോയി. 475 കോടി രൂപയുടെ അഴിമതി ലാവ്ലിൻ കേസിൽ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെക്കാൾ വാശിയിൽ നിലപാടുകൾ എടുത്ത ആളാണ് അച്യുതാനന്ദൻ. മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം CBIക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ഇന്ന് അദ്ദേഹം പിണറായി വിജയന് നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ചന്ദ്രശേഖരൻ കേസിൽ അച്യുതാനന്ദൻ എടുത്ത നിലപാട് എല്ലാവർക്കും അറിയാം. നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അദ്ദേഹം നേരെ പോയത് ഒഞ്ചിയത്ത് രമയുടെ വീട്ടിലേക്കാണ്. ആ ചിത്രം നമ്മുടെ ആരുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അച്യുതാനന്ദൻ ഇപ്പൊ മൊത്തം മലക്കം പറഞ്ഞിരിക്കുകയാണ്. പറഞ്ഞതെല്ലാം അച്യുതാനന്ദൻ വിഴുങ്ങുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ എടുക്കാത്ത കാലണത്തൊട്ടായി അച്യുതാനന്ദൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ കാണാൻ കഴിയുന്നത്. കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കൊല്ലം. ഇവിടെ മുമ്പ് MP ആയിട്ടുള്ള പ്രേമചന്ദ്രന് പാർലമെന്റേറിയൻ എന്ന നിലയിൽ 100 മാർക്ക് നൽകുമെന്ന് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിൽ നടക്കുന്ന ഏറ്റവും നല്ല പോരാട്ടം നടക്കുന്ന നിയോജക മണ്ഡലമായി കൊല്ലത്തെ ഞാൻ കാണുകയാണ്. ഈ നിയോജക മണ്ഡലത്തിൽ മുഴുവൻ UDF പ്രവർത്തകന്മാരും ജനങ്ങളും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ 4 തവണ പാർലമെന്റ് അംഗമായിരുന്ന ആളാണ്. ഒരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ പ്രേമചന്ദ്രനെ വിലയിരുത്താൻ എന്നോട് പറഞ്ഞാൽ ഞാൻ പറയും 100% മാർക്ക് കൊടുക്കാൻ കഴിയുന്ന ആളാണ് പ്രേമചന്ദ്രൻ. നരേന്ദ്രമോദിയുടേത് വർഗീയതയിൽ പൊതിഞ്ഞ രാഷ്ട്രീയമാണ്. വർഗീയതയെ അധികാരത്തിലേക്കുള്ള ചവിട്ടുപടിയായാണ് മോദി ഉപയോഗിക്കുന്നതെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. ഈ രാജ്യത്തെ സമ്പന്ന വർഗവും ബഹിരാഷ്ട്ര കുത്തകകളും അംബാനി മുതൽ അദാനി വരെയും ടാറ്റ മുതൽ ബിർള വരെയുമുള്ള മുഴുവൻ ആളുകളും അവർ നിയന്ത്രിക്കുന്ന മാധ്യമങ്ങളും നരേന്ദ്രമോദിക്ക് പുതിയ പരിവേഷം ഉണ്ടാക്കി കൊടുക്കുകയും അദ്ദേഹത്തെ മുഖ്യ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇന്ന് അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം വർഗീയതയിൽ പൊതിഞ്ഞ രാഷ്ട്രീയമാണ്. ഇന്ത്യ രാജ്യത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത വംശീയ കലാപത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് നരേന്ദ്രമോദി. അധികാരത്തിന്റെ ചവിട്ടുപടി വർഗീയതയാണെന്ന് കരുതി അതിനുവേണ്ടി ആ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്താകും? N. പീതാംബരക്കുറുപ്പ് MP മുഖ്യപ്രഭാഷണം നടത്തി. തോയ്തല മോഹനൻ അധ്യക്ഷനായി. സക്കീർ ഹുസൈൻ സ്വാഗതം പറഞ്ഞു. DCC പ്രസിഡന്റ് പ്രതാപവർമ്മ തമ്പാൻ, ശൂരനാട് രാജശേഖരൻ, ചാമക്കാല ജ്യോതികുമാർ, S. താജുദ്ദീൻ, അഞ്ചൽ രാമചന്ദ്രൻ, അഞ്ചൽ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. 52 വർഷത്തെ കോൺഗ്രസിന്റെ ഭരണം രാജ്യത്തെ കെടുതികളിൽ കൊണ്ടെത്തിച്ചുവെന്ന CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ കുന്നിക്കോട്ട് ചെങ്ങര സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൊത്തം ഇന്ത്യയിൽ 52 വർഷം ഭരിച്ചത് കോൺഗ്രസിന്റെ ഭരണകാലം നമ്മുടെ രാജ്യത്തിന് ഒരുപാട് കെടുതികളുടെ കാലമായിരുന്നു.
ഇന്ത്യ ഭരിച്ച ബിജെപിയെയും കോൺഗ്രസിനെയും സ്വതസിദ്ധമായ ശൈലിയിൽ നിശിതമായ ഭാഷയിലാണ് പന്യൻ വിമർശിച്ചത്. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മോഷണമാണ് 2G സ്പെക്ട്രം. 5 കേസുകളിലായി 5.25 ലക്ഷം കോടി രൂപ ഖജനാവിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി. 2G തട്ടിപ്പിൽ രാജയ്ക്ക് പ്രധാനമന്ത്രിയുടെ സഹകരണം ഉണ്ടായിരുന്നുവെന്ന് പന്യൻ കുറ്റപ്പെടുത്തി. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മോഷണമാണ് ഇപ്പോഴത്തെ മോഷണം. ഏതാ കേസ്? 2G സ്പെക്ട്രം, പിന്നെ കോൾഗേറ്റ്, പിന്നെന്താ കോൺവെൽത്ത് ഗേറ്റ്, അത് കഴിഞ്ഞപ്പോഴോ ആദർശ ഫ്ലാറ്റ്. 5 കേസുകളിലായി 5.25 ലക്ഷം കോടി രൂപ നമ്മുടെ ഖജാനാവിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയി. ആരാ മോഷ്ടിച്ചുകൊണ്ടുപോയത്? 2G സ്പെക്ട്രത്തിൽ പറഞ്ഞ രാജ്യ ഉത്തരവാദി. രാജ പറഞ്ഞ് ഞാൻ മാത്രമല്ല, കൂടെ തലയെക്കെട്ടുകാരുണ്ട്. അയാൾ അറിയാതെ ഒന്നും നടന്നിട്ടില്ല. എല്ലാത്തിനും അദ്ദേഹം അധ്യക്ഷനാണ്. ആരാ തലയെക്കെട്ടുകാരൻ? മൻമോഹൻ സിംഗ്. ആളാരാ? പ്രധാനമന്ത്രി. പാർട്ടിയോ? കോൺഗ്രസ്. 1,76,000 കോടിയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാലോ, തൊഴിലുറപ്പ് പദ്ധതിയില്ലേ നമ്മുടെ സഹോദരിമാർ പോകുന്നേ? തൊഴിലുറപ്പ് പദ്ധതിക്ക് പണം കൊടുക്കാനില്ല. കേരളത്തിൽ കൊടുക്കാൻ എത്രയാ? 450 കോടി. എല്ലാം കൂടി 5,000 കോടി. പൈസയോ സർക്കാരിനില്ല. ഖജാന കാലി. ഉള്ളത് മോട്ടിച്ച്. ആര് ഭരിക്കുന്ന വോട്ടർ? പ്രധാനി ആരാ? പ്രധാനമന്ത്രി തന്നെ. എല്ലാം മോട്ടിച്ചു കൊണ്ടുപോയതാ. ബിജെപി ഭരിക്കുമ്പോൾ ഇസ്രായേലുമായി ഉണ്ടാക്കിയ ബൈനോക്കുലർ കരാറിൽ അഴിമതി നടത്തി. പട്ടാളക്കാർക്ക് നിലവാരമില്ലാത്ത ബൈനോക്കുലറാണ് അന്ന് നൽകിയത്. കാർഗിൽ യുദ്ധത്തിൽ ഇത് ഇന്ത്യക്ക് ദോഷം ചെയ്തു. നമ്മളെ പട്ടാളക്കാരെ സ്ഥിരമായ റോന്ത് ചുറ്റും. അപ്പൊ ബൈനോക്കുലർ നോക്കും. ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോ 5 കിലോമീറ്ററിൽ ആരുമില്ല. ഉറപ്പല്ലേ? ഉറപ്പാ. കാരണം എന്താ? ആയുധം ഇവിടുന്ന് ഇസ്രയേലിൽ നിന്ന് വാങ്ങിയതാ. ഇസ്രയേലുകാരുമായി BJP ഭരിക്കുമ്പോൾ കച്ചവടം ഉണ്ടാക്കി. ആയുധ കച്ചവടം. അതിൽ വാങ്ങിയത് ബൈനോക്കുലർ. എത്ര ദൂരം കാണും? 5 കിലോമീറ്റർ. അതിൽ കച്ചവട. BJPക്ക് കമ്മീഷൻ കൊടുത്തു. കമ്മീഷൻ അനുസരിച്ച് ദൂരം കുറഞ്ഞു. കിട്ടിയത് 2. പേര് 5. പട്ടാളക്കാര് വെച്ച് കണ്ണിന് നോക്കുമ്പോ കാണുന്നില്ല. ഓറ് ധരിച്ച് 5 കിലോമീറ്റർ ആളില്ല. ഇതോ 3 കിലോമീറ്റർ ഓൻ കൈക്കൂലി വാങ്ങി BJPക്ക്. കച്ചവടം നടത്തിയത് ഇസ്രയേലുകാര്. ഓറ് പോയി പാകിസ്ഥാൻകാരോട് പറഞ്ഞ് നമ്മൾ സാധനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. 5 ദൂരം പറഞ്ഞ് 2 കാണും, നിങ്ങൾ കയറിക്കോ. കയറി. കാർഗിൽ കുന്നുകളിൽ വന്ന് മേലെ കയറി തമ്പടിച്ച് അവര് നമ്മളെ പട്ടാളക്കാരെ വെടിവെക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മളറിഞ്ഞത്. യുദ്ധത്തിൽ മരിച്ച ജവാന്മാർക്ക് ബോംബെയിൽ ഫ്ളാറ്റ് നിർമ്മിച്ചപ്പോൾ കോൺഗ്രസ് അതിലും അഴിമതി നടത്തി. 103 ഫ്ളാറ്റുകൾ നിർമ്മിക്കേണ്ടിയിരുന്നിടത്ത് 3 ഫ്ളാറ്റുകൾ നിർമ്മിച്ച് ബാക്കി 100 ഫ്ളാറ്റുകളുടെ തുക കോൺഗ്രസ് മോഷ്ടിച്ചതായും പന്യൻ ആരോപിച്ചു. 103 പട്ടാളക്കാർ ജീവനം കൊടുത്ത് ഇന്ത്യക്ക് വേണ്ടി കാർഗിൽ യുദ്ധത്തിൽ. ഗവൺമെന്റ് പ്രഖ്യാപിച്ചു അവർക്കെല്ലാം ഫ്ളാറ്റ് കൊടുക്കും. എവിടെ? ബോംബെയിൽ. അവിടെ നല്ല സ്ഥലമാണ്. കിട്ടിയാൽ രക്ഷപ്പെട്ട്. ഓരോ ഫ്ളാറ്റിന് 5 കോടി. അതിൻ്റെ കൂടെ സൗകര്യമുണ്ട്. ആർക്കാണ്? കുടുംബങ്ങൾക്ക്. ജവാൻ പോയ കുടുംബത്തിന് ഉറപ്പാണ്. ഭാര്യയാണെങ്കിൽ ഭാര്യ, മക്കളാണെങ്കിൽ മക്കൾ, അമ്മയാണെങ്കിൽ അമ്മ അവിടെ താമസിക്കണം. ഇവര് കാത്തിരുന്ന് ഫ്ളാറ്റ് ഉണ്ടാക്കിയോ? ഉണ്ടാക്കി. എന്നിട്ടോ ഉദ്ഘാടനം ചെയ്ത്. ആര്? പ്രതിരോധ മന്ത്രി. എല്ലാം ഗംഭീരം. പത്രത്തിൽ പരസ്യം വന്നു. ഫ്ളാറ്റ് കൊടുത്ത് എത്ര? 3 100 മോട്ടിച്ച്. ഒടുക്കത്തെ മോഷണം. 103 100 മോട്ടിച്ച്. അഴിമതിയിലും മോഷണത്തിലും കോൺഗ്രസും BJPയും ഒന്നാണെന്നും പന്യൻ പറഞ്ഞു. യോഗത്തിൽ LDF വിളക്കുട്ടി വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് M റഹീംകുട്ടി അധ്യക്ഷനായി. സെക്രട്ടറി നൌഷാദ് സ്വാഗതം പറഞ്ഞു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സാം കെ ഡാനിയൽ, പത്തനാപുരം മണ്ഡലം സെക്രട്ടറി JR രാജീവൻ, CPM പത്തനാപുരം ഏരിയ കമ്മിറ്റി സെക്രട്ടറി അജയകുമാർ, ഏരിയ കമ്മിറ്റി അംഗം മുഹമ്മദ് അസ്ലം, ജില്ലാ പഞ്ചായത്ത് അംഗം ബിജു കെ മാത്യു, വിളക്കുട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് പ്രകാശ്, A ഷാജി, അജി മോഹൻ, വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ദേശീയ തലത്തിൽ മതേതരത്വം സംരക്ഷിക്കുന്ന ഉറച്ച സർക്കാരുണ്ടാക്കാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPAക്ക് മാത്രമേ സാധിക്കൂ എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. നരേന്ദ്രമോദിക്ക് സമനില തെറ്റിയിരിക്കുകയാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. കുളത്തൂപ്പുഴയിൽ NK പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ തലത്തിൽ ഒരു ഉറച്ച ഗവൺമെന്റ്, മതേതരത്വം സംരക്ഷിക്കുന്ന ഗവൺമെന്റ്, നമ്മുടെ രാജ്യത്തിന്റെ സമഗ്ര പുരോഗതി, സാമ്പത്തിക വളർച്ചയെല്ലാം ഉറപ്പാക്കുന്ന ഒരു ഗവൺമെന്റ്, അത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPAക്ക് മാത്രമേ സാധിക്കൂ. നരേന്ദ്രമോദിക്ക് സാധിക്കുമോ? മോഡിക്ക് BJP സീറ്റ് നൽകിയത് ഒരാഴ്ചത്തെ ചർച്ചയ്ക്ക് ശേഷമാണ്.
പാളയത്തിൽ പട തുടങ്ങിയതോടെ മോഡിക്ക് സമനില തെറ്റിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് AK ആന്റണിക്കും സോണിയാഗാന്ധിക്കുമെതിരെ സത്യവിരുദ്ധമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടി സീറ്റ് കൊടുത്തത് തന്നെ ഒരാഴ്ചത്തെ ചർച്ചയ്ക്ക് ശേഷമാണ്. അതുപോലെ പാർട്ടിക്കകത്ത് തന്നെ കലാപം ആരംഭിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതാണ് സ്ഥിതിയെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എന്തായിരിക്കും സ്ഥിതി? സ്വന്തം പാർട്ടിയിൽ പാളയത്ത് പട തുടങ്ങിയതോടുകൂടി മോഡി സമനില തെറ്റിയാണ് സംസാരിക്കുന്നത്. ശ്രീ AK ആന്റണി പാക് ചാരൻ, സോണിയാഗാന്ധി ഇറ്റാലിയൻ ഭടന്മാരെ, മത്സ്യത്തൊഴിലാളികളെ, കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ കൊന്ന ഇറ്റാലിയൻ ഭടന്മാരെ സംരക്ഷിക്കുന്നു. സത്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും UDFന് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഉള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന മണ്ഡലം കൊല്ലമാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഞാൻ 20 നിയോജക മണ്ഡലത്തിൽ, പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും പോയി. എല്ലായിടത്തും UDFന് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം. പക്ഷെ ഒരു കാര്യം നിങ്ങളോട് പറയാം, ഈ 20 നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു നിയോജക മണ്ഡലം നിങ്ങളുടെ നിയോജക മണ്ഡലമാണ്. 30 വർഷക്കാലം ഇടതുമുന്നണിയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ച RSP മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഹങ്കാരത്തിനും രാഷ്ട്രീയത്തിനുമെതിരെ ശബ്ദിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന് UDFിൽ അംഗത്വമെടുത്ത് UDFിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഈ കൊല്ലം നിയോജക മണ്ഡലമാണ് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന മണ്ഡലം. UDF നേതാക്കളായ ഭാരതീപുരം ശശി, പുനലൂർ മധു, ശൂരനാട് രാജശേഖരൻ, പ്രതാപവർമ്മ തമ്പാൻ, കുളത്തൂപ്പുഴ സലീം, MA ലത്തീഫ്, കരിക്കത്തിൽ പ്രസേനൻ, KK സാബു ഇബ്രഹാം, SC സഞ്ജയ് ഖാൻ, സുഭിലാഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. പാചകവാതക സിലിണ്ടർ കണ്ടിട്ടാണ് വീട്ടമ്മമാർ വോട്ടിടാൻ പോകുന്നതെങ്കിൽ UDFന് വോട്ട് ചെയ്യാൻ സാധിക്കില്ലെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പുനലൂരിൽ MA ബേബിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലുടനീളം ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യമാണ് ഇന്നുള്ളതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിലാണ് MA ബേബിക്ക് വേണ്ടി അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചത്. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇതുവരെ നേരിടാത്ത പരാജയമായിരിക്കും ഇത്തവണ നേരിടാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന് അതിന്റെ ചരിത്രത്തിൽ ഇതുവരെ നേരിടാത്ത പരാജയമായിരിക്കും ഇത്തവണ നേരിടാൻ പോകുന്നത്. പാർലമെന്റിൽ അവർക്ക് 2 അക്ക സംഖ്യ ഇത്തവണ തകർക്കാൻ സാധിക്കില്ല. ആ സ്ഥിതിയിലേക്ക് കോൺഗ്രസ് ജനങ്ങൾക്കിടയിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇത് മൂർച്ഛിക്കാനാണ് പോകുന്നത്. കേരളത്തിലുടനീളം ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു കാറ്റ് വീശി തുടങ്ങിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള കോൺഗ്രസ് മന്ത്രിസഭയെ പുറത്താക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ആന്റണി പറഞ്ഞതുപോലെ ഇക്കൊല്ലം കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ ഇടതുപക്ഷം പോകുന്നില്ലെന്നും 2004 പരീക്ഷണം ഇക്കൊല്ലം ആവർത്തിക്കില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിലക്കയറ്റവും അഴിമതിയും തൊഴിലില്ലായ്മയും സ്ത്രീ സുരക്ഷയും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ക്ഷേമവും തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും ഉന്നമനവും മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണവുമാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കിയിരിക്കുന്നത്. ഇടതുപക്ഷ പാർട്ടികൾ മുൻകൈയെടുത്ത് ഒക്ടോബർ മാസം 30 ഡൽഹിയിൽ ഒരു കൺവെൻഷൻ കൂടിയത്. ആ കൺവെൻഷനിൽ 15 കക്ഷികൾ പങ്കെടുത്തിട്ടുണ്ട്. ഈ കക്ഷികൾക്ക് 350-ൽ പരം ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്വാധീനമുണ്ട്. ഈ 15 കക്ഷികൾ ചേർന്ന് 273-ൽ പരം സീറ്റ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടും. അതുകൊണ്ട് AK ആന്റണി ചോദിക്കുന്നത് പോലെ കോൺഗ്രസിനെ പിന്തുണയ്ക്കേണ്ടെന്ന സാഹചര്യമൊന്നും ഇത്തവണ ഉണ്ടാകാൻ പോകുന്നില്ല. 2004 പരീക്ഷണം ഇത്തവണ ആവർത്തിക്കാൻ ഇടതുപക്ഷം തയ്യാറല്ല എന്ന് ഞങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഈ പുതിയ രാഷ്ട്രീയ മാറ്റത്തിൽ, ഈ ധ്രുവീകരണത്തിൽ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കണം. അങ്ങനെ പുതിയൊരു ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള ഈ പുതിയ മുന്നേറ്റത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മാറ്റണം.
എന്നാൽ കോൺഗ്രസും BJPയും ഇത്തരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് പോലും വിധേയരാക്കാൻ തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് ദിനത്തിൽ പാചകവാതക സിലിണ്ടർ കണ്ടിട്ടാണ് വീട്ടമ്മമാർ വോട്ടിടാൻ പോകുന്നതെങ്കിൽ UDFന് വോട്ട് ചെയ്യാൻ സാധിക്കില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാചകവാതകത്തിന് വില വർദ്ധിക്കണം എന്ന അഭിപ്രായമുള്ളവർ അപ്പുറത്ത് തന്നെ കുത്തിക്കോ. വില വർദ്ധിക്കണ്ട എന്ന അഭിപ്രായമുള്ളവർ MA ബേബിക്ക് വോട്ട് ചെയ്യുക. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യുക. ഇലക്ഷനായ ദിവസം ഒരു ചായ കുടിച്ച് വോട്ട് ചെയ്യാൻ പോകണമെന്ന് തീരുമാനിച്ചാൽ ആ ഗ്യാസ് സിലിണ്ടർ കണി കണ്ടിട്ടാണ് പോകുന്നതെങ്കിൽ ആ പ്രേമചന്ദ്രന്റെ ഭാര്യയ്ക്ക് പോലും ഇത്തവണ UDFന് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. ഇടതുപക്ഷത്തിന് കുത്തേണ്ടി വരും വീട്ടമ്മമാർക്ക്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ, LDF പുനലൂർ മണ്ഡലം സെക്രട്ടറി ജോർജ് മാത്യു, CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ, CPI നേതാവ് ജുബൈ പെരേര തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. രാഷ്ട്രീയം ജനസേവനത്തിനാണെന്നും എന്നാൽ അത് നടത്താൻ ഇപ്പോഴത്തെ സർക്കാരിന് അർഹതയുണ്ടോ എന്നും KR ഗൌരിയമ്മ കരവാളൂർ കുഞ്ചാണ്ടിമുക്കിൽ LDF സ്ഥാനാർത്ഥി MA ബേബിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഗൌരിയമ്മ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ കച്ചവടത്തിനായി വന്ന ഇന്ത്യയിൽ കൊള്ള നടത്തിയവരാണ്. അവരെ അടിച്ചോടിച്ചു. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ അമേരിക്കയും ഇറ്റലിയും ഭരിക്കുന്ന അവസ്ഥയാണെന്ന് ഗൌരിയമ്മ കുറ്റപ്പെടുത്തി. രാഷ്ട്രീയം ജനസേവനത്തിനുള്ള ജനങ്ങൾക്കായിരുന്നു. അത് നടത്താൻ ഇന്നത്തെ ഗവൺമെന്റിന് അർഹതയുണ്ടോ? കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും 70 കൊല്ലമാണ്. എന്താ നമ്മൾ ആദ്യം തുടങ്ങിയത് തന്നെ ബ്രിട്ടീഷുകാരനെ കെട്ടുകെട്ടിക്കുക. ഇപ്പോഴാണ് അമേരിക്കക്കാർ ഇറ്റലിക്കാർ അല്ല ഇവിടെ ഇപ്രായം ഭരിക്കുന്നു രാജ്യത്തേക്ക് വന്നത്. പണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് നമ്മളോർക്കും കച്ചവടക്കാരായിട്ടാണ് വന്നത്. രാജ്യം കൊള്ളയടിച്ചു ഭരണാധികാരി. രാജ്യം കൊള്ളയടിക്കാൻ നെഹ്റുവിന്റെ കാലത്ത് ഉണ്ടാക്കിയതായിട്ടുള്ള നയപരിപാടികളിൽ നിന്ന് വ്യത്യസ്തമാണ്. സാമ്രാജ്യ രാജ്യങ്ങൾക്ക് രാജ്യത്ത് വന്ന സ്വതന്ത്രമായിട്ടുള്ള വ്യവസായങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളത്തിൽ കച്ചവടമോ കൊള്ളയോ നടത്താൻ അധികാരം. ഇറ്റലിക്കാർ ഇന്ത്യക്കാരെ കൊന്നാൽ ഇന്ത്യക്കാരന് ശിക്ഷ കിട്ടുന്ന തരത്തിലുള്ള നീതി ക്ഷേത്രപ്രവേശനത്തിന് മുമ്പുള്ള കാലത്തെ പോലെ അപരിഷ്കൃതമാണെന്ന് ഗൌരിയമ്മ ചൂണ്ടിക്കാട്ടി. ഇറ്റലിക്കാരൻ ഇന്ത്യക്കാരനെ കൊന്ന ഇന്ത്യക്കാരനെ ശിക്ഷിക്കും, ഇറ്റലിക്കാരനെ ശിക്ഷ. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കാര്യം ആ വിധത്തിൽ ഗവൺമെന്റില്ല പൊതുനയം. പഴയ കാലത്ത് നമ്മൾ പറയുമല്ലോ, പണ്ട് ക്ഷേത്രപ്രവേശനം കിട്ടുന്നതിന് വഴിയിൽ കൂടെ നടന്നു പോയാൽ നടക്കുന്ന വഴിയിൽ എല്ലാവർക്കും നടക്കാനുള്ള വഴിയിൽ കൂടെ നടന്നു പോയാൽ തീണ്ടൽ വന്നാൽ കണ്ട് ഓടി മാറി വീണ പാവപ്പെട്ട അധകൃത അല്ലെങ്കിൽ പാവപ്പെട്ട അന്യോക്കാർ അവനെ ശിക്ഷിക്കുക. ആ നീതിയാണ് ഇപ്പോഴും. LDF നേതാക്കളായ ജോർജ് മാത്യു, S. ജയമോഹൻ, ജോബോയ് പെരേര തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രകാശ് കാരാട്ടും AK ആന്റണിയും ഞായറാഴ്ച കിഴക്കൻ മേഖലയിൽ പത്തനാപുരത്തും പുനലൂരിലും AK ആന്റണി സംസാരിക്കും. പ്രകാശ് കാരാട്ട് കടക്കലിലെ ഇടതു യോഗത്തിൽ സംസാരിക്കും. മുറുകിയ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ദേശീയ പ്രാദേശിക നയങ്ങൾ വ്യക്തമാക്കിയാണ് നേതാക്കൾ ഓരോ മണ്ഡലത്തിലും എത്തുന്നത്. അണികളെ ആവേശത്തിലാക്കിയുള്ള നേതാക്കളുടെ ഒഴുക്ക് തുടരുകയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, KR ഗൌരിയമ്മ, D. രാജ, പന്നിൻ രവീന്ദ്രൻ, കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മലയോരത്ത് ആവേശം വിതറി മടങ്ങിയത്. ഞായറാഴ്ച UDFന് വേണ്ടി പ്രതിരോധ മന്ത്രി AK ആന്റണിയാണ് പുനലൂരും പത്തനാപുരത്തും എത്തുന്നത്. CPM ദേശീയ സെക്രട്ടറി പ്രകാശ് കാരാട്ട് കടക്കലിലും കൊല്ലത്തും വോട്ടർമാരോട് സംസാരിക്കും. വൈകിട്ട് 4-നാണ് അദ്ദേഹം കടക്കലിലെത്തുന്നത്. ദേശീയ സംസ്ഥാന നേതാക്കൾ എത്തിയതോടെ പ്രചരണ പരിപാടികളിൽ അണികളും പ്രവർത്തകരും ആവേശത്തോടെയാണ് കൂട്ടമായി എത്തുന്നത്. പോളിംഗ് ബൂത്തിലെത്താൻ ദിനങ്ങളെണ്ണി കാത്തിരിക്കുന്ന വോട്ടർമാർക്കിടയിലേക്ക് നേതാക്കൾ എത്തുന്നത് സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങൾ പോലും പ്രവചനാതീതമാക്കുന്നുണ്ട്. 4 നാൾ നീളുന്ന പ്രചരണം കൂടി കെങ്കേമമാക്കാനുള്ള അന്തിമഘട്ട ഒരുക്കത്തിലാണ് രാഷ്ട്രീയ പ്രവർത്തകർ. ഇലക്ഷൻ ഡെസ്ക്, ലൈവ് വാർത്ത. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്ന ഇടതു കലാജാഥയ്ക്ക് കുളത്തൂപ്പുഴയിൽ സ്വീകരണം നൽകി. LDF സ്ഥാനാർത്ഥി MA ബേബിക്ക് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടാണ് കലാജാഥ കുളത്തൂപ്പുഴയിൽ പര്യടനം നടത്തിയത്. കൊല്ലം മണ്ഡലത്തിലെ സാംസ്കാരിക കൂട്ടായ്മയിലെ കലാകാരന്മാരുടെ നേതൃത്വത്തിലാണ് കുളത്തൂപ്പുഴയിൽ കലാജാഥ പര്യടനം നടത്തിയത്. UDF സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളും കോൺഗ്രസ് പാർട്ടി ഓഫീസിലെ കൊലപാതകവും സോളാർ തട്ടിപ്പും സരിതാ വിഷയവും ഷാലു, ജോപ്പൻ അടക്കമുള്ളവരുടെ വിവാദ സംഭവങ്ങളും ഉൾപ്പെടുത്തി ആക്ഷേപഹാസ്യ രൂപത്തിലുള്ള ഓട്ടൻ തുള്ളലാണ് കലാജാഥയെ ശ്രദ്ധേയമാക്കിയത്.
കലാജാഥയിലുണ്ടായിരുന്ന ചില കലാകാരന്മാർ അനേകം ആസ്വാദകരുടെ ചിത്രം വരച്ചും LDF സ്ഥാനാർത്ഥി MA ബേബിക്ക് വേണ്ടി ജനങ്ങളോട് വോട്ടഭ്യർത്ഥിച്ചു. കലാസന്ധ്യയിൽ കുളത്തൂപ്പുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് രാജൻ കരിക്കം, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി B രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കരവാളൂർ പീഠിക ഭഗവതിയുടെ പ്രകീർത്തനങ്ങളടങ്ങിയ വരദായിനി എന്ന സംഗീത ആൽബം പ്രകാശനം ചെയ്തു. കരവാളൂർ പീഠിക ഭഗവതി ക്ഷേത്രത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ പ്രകാശനം നിർവഹിച്ചു. കരവാളൂർ പീഠിക ഭഗവതി ക്ഷേത്രത്തിന്റെ ചരിത്രമടക്കം 9 ഭക്തിഗാനങ്ങൾ അടങ്ങിയ CD-യാണ് പുറത്തിറക്കിയത്. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് S. സജികുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ ഭക്തിഗാന CD പ്രകാശനം ചെയ്തു. അനിൽ സ്വരാജാണ് ഗാനരചനയും നിർമ്മാണവും നിർവഹിച്ചത്. TS ജയരാജാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്. മധു ബാലകൃഷ്ണൻ, G. വേണുഗോപാൽ, സന്നിധാനന്ദൻ, S. ആദർശ്, സന്ദീപ്, അഖില ആനന്ദ്, രാജലക്ഷ്മി എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. സ്റ്റാർ സിംഗർ വിജയ്, ആദർശ്, ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളായ S. ഗോപകുമാർ, രാജനാചാരി, SR ത്യാഗരാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം കമുകുംചേരി തിരുവിളങ്ങോനപ്പൻ ക്ഷേത്രത്തിലെ ആയില്യം തിരുനാൾ ഉത്സവത്തിന്റെ ഭാഗമായ സപ്താഹയജ്ഞം പുരോഗമിക്കുന്നു. 10-നാണ് ഉത്സവ ഘോഷയാത്ര. സപ്താഹത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രാവിലെ ഗ്രന്ഥ നമസ്കാരവും പാരായണ സമാരംഭവും നടന്നു. എല്ലാ സാധനങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. ബാധിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? എന്തെങ്കിലും ഒരു സാധനത്തെ ബാധിക്കാത്തതുണ്ടെങ്കിൽ അല്ലേ? ഏതെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇപ്പൊ എല്ലാത്തെയും ബാധിച്ചിരിക്കുകയാണ് അല്ലേ? വരും ദിവസങ്ങളിൽ രുക്മിണി സ്വയംവരം, അപവൃത സ്നാനഘോഷയാത്ര എന്നിവ നടക്കും. സപ്താഹ ദിനങ്ങളിൽ അന്നദാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രമുഖ യജ്ഞാചാര്യൻ MS ഹരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത്. 10-ന് പ്രൗഢഗംഭീരമായ ഉത്സവ ഘോഷയാത്ര നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പട്ടാഴി ദേവി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ മീനത്തിരുവാതിര ഉത്സവവും തിരുമുടി എഴുന്നള്ളിപ്പും ഞായറാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. മീനത്തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി അന്നദാനം, നാദസ്വര കച്ചേരി, സംഗീത സദസ്, ആൽപ്പിണ്ടി വിളക്കെടുപ്പ്, പൊന്നിൻ തിരുമുടി എഴുന്നള്ളിപ്പ്, വലിയ കാണിക്ക, വെടിക്കെട്ട്, സോപാന സംഗീതം, പറയൻ തുള്ളൽ എന്നിവ നടക്കും. കുളത്തൂപ്പുഴ കുഴിവിളക്കരിക്കം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. അവഭൃത സ്നാന ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രക്കടവിലാണ് അവഭൃത സ്നാനം നടന്നത്. ചെണ്ടമേളവും രാധാകൃഷ്ണ വേഷധാരികളായ ബാലികാ ബാലന്മാരും ഘോഷയാത്രയിൽ അണിനിരുന്നു. ഗണപതി ക്ഷേത്രം, ആനക്കൂട് ശിവക്ഷേത്രം, ടൌൺ മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങിയവ സന്ദർശിച്ച് കുമരങ്കരിക്കും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഘോഷയാത്ര സമാപിച്ചു. ചടങ്ങുകൾക്ക് യജ്ഞാചാര്യൻ കലഞ്ഞൂർ ബാബുരാജ് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ചിതറ ശ്രീകൃഷ്ണൻ കോവിലിലെ രോഹിണി ഉത്സവത്തിന്റെ ഭാഗമായി വർണ്ണാഭമായ ഘോഷയാത്ര നടന്നു. ഉത്സവം ഞായറാഴ്ച സമാപിക്കും. ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ക്ഷേത്രസന്നിധിയിൽ നിന്നും ആരംഭിച്ച് ഐരക്കുഴി, ചിതറ ജംഗ്ഷനുകളിലെത്തി തിരികെ ക്ഷേത്രത്തിൽ സമാപിച്ചു. നൂറുകണക്കിന് ബാലികാ ബാലന്മാരും കുത്തിയോട്ട സംഘങ്ങളും തെയ്യം, പൂക്കാവടി, ചെണ്ടമേളം എന്നിവയും ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചു. ഉത്സവം ഞായറാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ.
പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളെ വഞ്ചിച്ച UPA സർക്കാരിനെ പാഠം പഠിപ്പിക്കാനുള്ള അവസരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് CPI ദേശീയ സെക്രട്ടറി ഡി രാജ. മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക നയം ഇന്ത്യയെ തകർത്തു. മോഡി RSSന്റെ സ്ഥാനാർത്ഥിയെന്നും രാജ. കേരള രാഷ്ട്രീയത്തിലെ എടുക്കാത്ത കാലണത്തൊട്ടായി VS അച്യുതാനന്ദൻ മാറിയെന്ന് രമേശ് ചെന്നിത്തല. അമ്പത്തിരണ്ട് കൊല്ലത്തെ കോൺഗ്രസിന്റെ ഭരണം രാജ്യത്തെ കെടുതികളിലെത്തിച്ചുവെന്ന പന്യൻ രവീന്ദ്രൻ. കോൺഗ്രസും BJPയും അഴിമതിയിൽ ഒരുപോലെയെന്നും പന്യൻ. മോഡിക്ക് സമനില തെറ്റിയെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേരളം ഉറ്റുനോക്കുന്നത് കൊല്ലത്തേക്കെന്നും മുഖ്യമന്ത്രി. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.